ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ പരിപ്പും പടവലങ്ങയും കൊണ്ടുള്ള ഒരു കറിയും ഒരു ബീട്രൂട്ട് തോരനുമാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പരിപ്പ് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയാൽ തുറന്നിട്ട് ഒരു ചെറിയ പടവലങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കാം. പടവലങ്ങ ഓവറായിട്ട് വെന്തുടഞ്ഞ് പോകാതെ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതും 1/4 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് പടവലങ്ങ പാകത്തിൽ വെന്തിട്ടുണ്ട്. അരച്ച് വെച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും 3-4 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഇത് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറി ഒരുപാട് തിക്കായിട്ടല്ല ഉള്ളത്. ഈ കുക്കറിൻ്റെ ചൂടിൽ ഒന്ന് കുറുകി വരും. ഇനി ഇത് അടച്ചു വെക്കാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുത്താൽ ഇതത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും 3-4 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചൂടായാൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ ചൂടായാൽ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ 5-6 ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് അതൊരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച് വെച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് വേവാൻ ആവശ്യമായ വെള്ളം ബീട്രൂട്ടിൽ തന്നെ ഉണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിക്ക് പിടിച്ചു പോകും. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടക്കിടക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. ഇത് ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. വേഗം തന്നെ വെന്ത് കിട്ടും. ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് വരും. ഇനി തുറന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.